ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മുടെ ഓണം ഇങ്ങ് വന്നെത്തിയില്ലേ. ഞാൻ ഒത്തിരിയും ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാര്യം ഓണത്തിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മളെ ഈ ഓണത്തിൻ്റെ വൃത്തിയാക്കൽ പരിപാടി വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ ഒതുക്കി വന്നാലും ജോലി കൂടുന്നതല്ലാതെ കുറയത്തില്ല. അപ്പോൾ പൊടിയൊക്കെ അടിച്ചിട്ട് ചെറിയൊരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ട ഞാൻ മാങ്ങാച്ചാറാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ മാങ്ങാച്ചാറാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ അരിഞ്ഞ് കഴുകി നമ്മൾ അതിൽ വെള്ളം കാണല്ലോ കേട്ടോ. നേരത്തെ നമ്മൾ അരിയുന്നതിന് മുമ്പേ കഴുകി നല്ല തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ നമ്മൾ അരിഞ്ഞെടുക്കാവൂ. കാര്യം അതിലൊട്ടും വെള്ളം കാണലും പെട്ടെന്ന് പന്നലായിപ്പോവും നമ്മൾ ഈ അച്ചാറിൽ വെള്ളം നേരത്തെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം പിന്നെ നമ്മുടെ കടുകും ഉലുവയും കൂടെ ചേർത്ത് പൊടിച്ച് മാറ്റി വെക്കണം. കുറച്ച് മതിയാവും. ഈ കടുകും ഉലുവയും കൂടെ ചേർക്കുന്നത് ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയും കടുകും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ കടുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ കടുകും ഉലുവയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കാവൂ കേട്ടോ. അപ്പോൾ ഈ മാങ്ങയിലെ വെള്ളം എല്ലാം അലിഞ്ഞ് അതെല്ലാം ഒന്ന് സെറ്റായി നല്ല മണമായിരിക്കും കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാൻ. കാര്യം ഒരുപാട് ദിവസമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.